ഫ്രണ്ട്സ് ട്രിവാൻഡ്രത്ത് നമുക്ക് ഇരട്ടക്കലികൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു 2 നില വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ബാക്കി 2 ബെഡ്റൂമുള്ള ഒരു കിടിലൻ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 300 സെൻറ്റിൽ നമുക്ക് 1850 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് പണിയേൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ മതി. നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തച്ചുകൊട്ടവൻ്റെ അടുത്താണ് നമുക്ക് ഇരട്ടക്കരങ്കിൽ എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. അവിടെയാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ കൊണ്ട് വേറെ ധാരാളം വീടുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് കയറി വരുമ്പോൾ നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റ് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തറ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ട് ഒരു 2 കാർ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തറ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീട്ടിൽ നമുക്ക് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഫുള്ളും തന്നെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സൈഡ് പോർഷനിലൊക്കെ നമുക്ക് ഗാർഡൻ പ്രൊവിഷനൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ സൈഡ് ഫുള്ള് തന്നെ നമുക്ക് വാൾട്ടയിലൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ നല്ല ഡിസൈനൊക്കെ ഉണ്ട്, പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. തറയിൽ ഇതാണ് നമുക്കിവിടെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ 4x8 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 സ്റ്റെപ്പാണ് നമുക്ക് കയറി വരുന്നത്. സൈഡിലെല്ലാം തന്നെ നമുക്ക് ഒരു പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിൽ പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഡോറുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. 2 ഡോർ ടൈപ്പാണ് നമുക്ക് വരുന്നത്. ഫുള്ളും തന്നെ നമുക്ക് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കട്ടളയൊക്കെ വരുന്ന ടൈപ്പാണ് നമുക്ക് ഈ ഒരു ഡോർ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ട് ബാക്കി കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ അകത്തോട്ട് വരുമ്പോൾ നമുക്ക് 14x13 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലെ വാൾ ഡിസൈനൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീലിങ്ങിന് കൂടുതലും തന്നെ സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തറയിലെ ടൈലുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള ടൈൽ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. ഉണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു TV യൂണിറ്റിൽ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഇത് ഫുള്ളും തന്നെ ബോർഡ് വർക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരു പ്രീമിയം ലുക്കിലുള്ള ടൈപ്പാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് വരുന്നത്. ഇനി നമുക്ക് തൊട്ടിപ്പുറത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ സംഭവം കണ്ട ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളും തന്നെ ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു പാർട്ടീഷൻ സംഭവം വരുന്നത്. പിന്നെ നമുക്ക് തൊട്ടിപ്പുറത്തായിട്ട് നമുക്കൊരു ഡൈനിങ് ഏരിയ ഈ ഭാഗത്ത് അറേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ 8x12 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ നമുക്ക് സീലിംഗ് കണ്ട പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് വരുന്നുണ്ട്. നമ്മൾ അപ്പുറത്തെ കണ്ട അതേ ഒരു പാറ്റേണിലുള്ള ഭാഗം തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ടോ. ഈ ഭാഗത്ത് നമുക്കൊരു വാൾ ഡിസൈൻ വരുന്നുണ്ട്. തറയിൽ നമുക്ക് ടൈലെല്ലാം തന്നെ ഈ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സിങ്ക് വരുന്നുണ്ട്. കണ്ടോ, വാഷിംഗ് ഏരിയ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മിറർ, സിങ്ക് എല്ലാം സംഭവം കൊടുത്തിട്ടുണ്ട്. ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ്. ഇവിടെ സിങ്ക് വരുന്നുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ടിപ്പുറത്ത് ഇവിടെ ആയിട്ട് നമുക്കൊരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. താഴെ നമുക്ക് ഗ്രിപ്പിംഗ് ടൈലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് 10x12 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. മുകളിൽ ഫുള്ളും തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് അവിടെ മുകളിലും ഈ ഭാഗത്ത് എല്ലായിടത്തുമായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് ഫുള്ളും തന്നെ ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കണ്ടോ, ഇതിൻ്റെ അകത്തും സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ സിങ്ക് കൊടുത്തിട്ടുള്ളത്. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളും വരുന്നത് നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇവിടുത്തെ ഇത് വരുന്നത്. പിന്നെ മുകളിൽ നമുക്ക് സീലിംഗ് വർക്കൊക്കെ കണ്ടോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കവേർഡ് ആയിട്ടുള്ളതാണ്. ഇവിടെ ഡോറൊക്കെ വരുന്നുണ്ട്. നമുക്ക് കവേർഡ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്കിവിടെ സേഫാണ്. പിന്നെ ഇവിടെ സ്ലൈഡിങ്ങിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങോട്ടും കൊണ്ട് നീക്കാനൊക്കെ പറ്റും. അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് കാറ്റൊക്കെ അകത്തോട്ട് കയറാനൊക്കെ ഈസിയാണ്. പിന്നെ ഇവിടെ ഒരു സിങ്കും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 3 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ഒരു ബെഡ്റൂം നമുക്ക് കയറി കാണാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈഡിലെ വാളുകൾ കാണാം, നല്ല ഡിസൈൻ കൊടുത്തിട്ട് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 വിൻഡോ 2 ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു 3 ഡോർ ടൈപ്പിലാണ് ഒരു വാർഡ്രോബ് വരുന്നത്. ഇവിടെ മിറർ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് കണ്ടോ, ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. 3 ഡോർ ടൈപ്പാണ് നമുക്ക് ഇവിടെ വാർഡ്രോബ് വരുന്നത്. ഇനി നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. നമുക്ക് സൈഡിലത്തെ കണ്ട വാൾ ടൈലെല്ലാം തന്നെ നമുക്ക് മുകളിൽ വരെ കവർ ചെയ്യുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഈ ബാത്റൂമിനകത്ത് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മിറർ, സിങ്ക്,
എല്ലാ സംഭവവും ഇവിടെ വരുന്നുണ്ട്. തറയിൽ ഗ്രിപ്പിൻ്റെ കയ്യിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കയറി കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ഇനി മുകളിലോട്ട് പോകാം. നമ്മൾ കയറി വരുന്ന ഇതിൻ്റെ സൈഡ് പോർഷനിൽ നമുക്ക് ഹാൻഡിൽസ് ഫുള്ളും തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല വുഡിൽ നമുക്ക് പോളിഷ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തറ ഫുള്ള് നമുക്ക് ഗ്രാനൈറ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോഴത്തേക്ക് മുകളിൽ അവിടെ നല്ല ലൈറ്റിങ് കിട്ടുന്നുണ്ട്. അവിടെ 2 ഹാങ്ങിങ് ലൈറ്റിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ മുകളിൽ എത്തുമ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. ഇവിടെ ഒരു TV യൂണിറ്റ് ഒക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ പോലൊരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ മുകളിൽ എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കൊരു 3 ബെഡ്റൂം കാണാൻ പറ്റും. ഒരു ബെഡ്റൂം ഒന്ന് ഇവിടെ, ഒരു ബെഡ്റൂം ഇപ്പുറത്തും, നമുക്ക് ഒരു ബെഡ്റൂം ഈ ഒരു സൈഡിൽ, അങ്ങനെ 3 എണ്ണമാണ് നമുക്ക് ഇവിടെ ബെഡ്റൂം വരുന്നത്. മുകളിൽ നമുക്ക് സീലിങ്ങിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ സീലിങ്ങിന് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂമും കൂടെ കയറി കാണാം. അപ്പോൾ ഫസ്റ്റ് ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x13 ഡയമെൻഷനിലുള്ളതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേണിലാണ് നമുക്ക് ഇവിടുത്തെ ഹാളിൽ ഡിസൈൻ വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് ഉണ്ടത്, ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. താഴെ കണ്ട അതേ ഒരു രീതിക്കുള്ളത് തന്നെയാണ്, ഫുള്ള് ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെ എവിടെയും കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്ത് വരുമ്പോഴത്തേക്ക് ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. അതെവിടെ നമുക്ക് ഫുള്ള് കവറായിട്ടുള്ളതല്ല, ടൈൽ വരുന്നുണ്ട്. ഇതാണ് വരുന്നത്. നമുക്ക് ഒരു ലീഫിൻ്റെ പാറ്റേൺ ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം നോക്കാം. ഈ ഭാഗത്താണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇതിൻ്റെ സീലിംഗ് വർക്ക് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സ്പോട്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടുത്തെ ഒരു പാറ്റേൺ ഉണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ കവർ ചെയ്ത് പോകുന്ന രീതിക്കാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. പിന്നെ വാർഡ്രോബ് നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു രീതിക്കുള്ള ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് വരുന്നത്. സെയിം കളർ തന്നെയാണ് വരുന്നത്. ബാക്കിയെല്ലാം മിറർ എല്ലാ സംഭവവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് PVC ഡോറയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ഈ ഒരു ലീഫ് പാറ്റേൺ ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു മിറർ സിങ്കല്ല സംഭവം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബാൽക്കണിയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ബാൽക്കണി ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഉണ്ടോ, ഇങ്ങനെയാണ് നമുക്കിവിടെ ബാൽക്കണി വരുന്നത്. ഒരു ഹാൻഡിൽസ് ഉണ്ടോ, ഒരു സ്റ്റീലിലുള്ള ഒരു ഹാൻഡിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഏരിയ ഒക്കെ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 10x12 ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ 2 വിൻഡോ 2 ഭാഗത്ത് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഡോർ വരുന്നത്. അപ്പോൾ അകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ലീഫിൻ്റെ പാറ്റേണുള്ള തന്നെ നമുക്കിവിടെ ടൈൽ വരുന്നുണ്ട്. ബാക്കി മിറർ സിങ്ക് എല്ലാ സംഭവവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ ബാൽക്കണി ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഇവിടുത്തെ മെയിൻ ബാൽക്കണി വരുന്നത്. ഇവിടെ നിന്ന് മുകളിൽ നമുക്ക് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ടെറസിൽ പോകാനുള്ള സ്റ്റെപ്പ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് കണ്ടോ, സൈഡിലത്തെ ഹാൻഡിൽസ് ഫുള്ള് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റിംഗ് ആണ് കണ്ടോ സീലിങ്ങിലൊക്കെ കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നമുക്ക് ഇത്രയും ഭാഗം കൂടെ കവറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 85 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണാണ് വീട് വാങ്ങിക്കാനായിട്ട് നോക്കുന്നെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ എങ്കിൽ അവർക്കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ വീട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ ഇതുപോലുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം.